നമസ്കാരം. മനാഫ്, രഞ്ജിത്ത്, ഇസ്രായേൽ, അരുൺകുമാർ എന്നിവർക്കെതിരെ വളരെയധികം വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഇവരൊന്നും ഒരു രൂപ പ്രതിഫലം പോലും വിചാരിച്ചിട്ടല്ല അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതും. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. എന്നിട്ടാണ് അവരെ ആളുകൾ വിമർശിക്കുന്നത്. വിനി വിജോൺ ഒരു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ചാനൽ ചർച്ചയിൽ രഞ്ജിത്ത് ഇസ്രായേലിനെ വളരെയധികം വിമർശിക്കുന്നത് ഞാൻ കണ്ടു. രഞ്ജിത്ത് ഇസ്രായേൽ ഒരു രൂപ പോലും പ്രതിഫലം കിട്ടാതെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം സഹായിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ അരുൺകുമാറിനെ വളരെയധികം ട്രോളുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെയുള്ള എസ് പിനെ കളിയാക്കി അത് ഇത് എന്ന്. എസ് പിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു ഉയർന്ന IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതാണ് അരുൺകുമാർ പറഞ്ഞിട്ടുള്ളത്. അതിലൊരു തെറ്റായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഗംഗാവലിയിൽ ഒരുപാട് മണ്ണിടിച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ മണ്ണ് മാന്തി അവിടെ അർജുനുണ്ടോ, അദ്ദേഹത്തിൻ്റെ ലോറി ഉണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പല തെറ്റായിട്ടുള്ള വാർത്തകളും ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.